ഒരല്പസമയം ദൈവവചനം നമുക്ക് ധ്യാനിക്കാം. നിങ്ങളുടെ ശ്രദ്ധ ഞാൻ അതിനായി ക്ഷണിക്കുന്നു. കഴിഞ്ഞ ഞായറാഴ്ച ഒരു അനുഗ്രഹിക്കപ്പെട്ട വിഷയം നമ്മൾ കേട്ടു മറ്റൊരു ദൈവദാസനിലൂടെ. ആ വിഷയം എത്ര പേർക്ക് ഓർമ്മയുണ്ട്? എത്ര പേർക്ക് ഓർമ്മയുണ്ട്? ദൈവ സാന്നിധ്യം എന്ന വിഷയത്തെ കുറിച്ച് ഒരു സന്ദേശം നമ്മൾ കേട്ടു. അപ്പോൾ ഇന്ന് നമ്മൾ അതിനു മുമ്പിലത്തെ ഞായറാഴ്ച ചിന്തിച്ച വേദഭാഗം അതിന്റെ ഇൻട്രോഡക്ടറി പാർട്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. വായിച്ചാട്ടെ ശമൂവേലിന്റെ രണ്ടാം പുസ്തകം 9-ാം അധ്യായം 10-ാമത്തെ വാക്യം 13-ാമത്തെ വാക്യം. അവന് കാല് രണ്ടും മുടന്തായിരുന്നു. കരമുയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടാ. ശക്തിയോടെ ഒരു ഹല്ലേലൂയ പറഞ്ഞാൽ എന്തോ നഷ്ടപ്പെട്ടതുപോലെ. പരസ്യം കേട്ടപ്പോ എന്തൊക്കെയോ ഏതോ സാധാരണ പറയും പോലെ കിളി പോയതുപോലെ ഒരു സന്തോഷമായിരിക്കും. ഇപ്പൊ നമ്മുടെ അടുത്ത് കേൾക്കാൻ പോകുന്ന ദൈവ വചനമാണ്. നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സംഭവമാണ്. ശ്രദ്ധിക്കൂ, നമ്മൾ കഴിഞ്ഞ ദിവസത്തിൽ മെഫീബോശത്ത് എന്ന ഒരു വ്യക്തിയെ കുറിച്ച്, ആ പേരിന്റെ അർത്ഥം, മെഫീബോശത്ത് ആരുടെ മകനാണ് എന്നിത്യാദി വിഷയങ്ങളോടനുബന്ധമായിട്ടാണ് ചില വസ്തുതകൾ ഒരുമിച്ച് ധ്യാനിപ്പാനായി കഴിഞ്ഞത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസത്തിൽ തന്നെ പറഞ്ഞു, 1 അവന്റെ പേര്, 2 അവൻ എങ്ങനെ മുടന്തനായി, 3 തുടർന്ന് നടന്നതായ അവന്റെ ജീവിതത്തിൽ നടന്ന ചില സംഭവങ്ങൾ. ഇങ്ങനെ 3 ഭാഗങ്ങളായിട്ടാണ് മെഫീബോശത്തിന്റെ ജീവിതത്തെ നമുക്ക് ദർശിക്കാൻ കഴിയുന്നത്. അതിൽ ഇന്ന് പകലിൽ നമ്മൾ ധ്യാനിപ്പാൻ ആഗ്രഹിക്കുന്നത് മറ്റുള്ള 2 ഭാഗങ്ങളാണ്. നിങ്ങൾ ശ്രദ്ധിക്കണം, അവൻ മെഫീബോശത്ത് എന്ന് പറഞ്ഞാൽ ആ പേരിന്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കി, ബാലിനു വേണ്ടി പൊരുതുന്നവൻ. അപ്പോൾ അവൻ ദാവീദിന്റെ മേശയിൽ നിത്യം ഭക്ഷിക്കുന്നവനായിരുന്നു. കാരണം അവൻ ഇരുകാലും മുടന്തുള്ളവൻ ആയിരുന്നു എന്നാണ് പഠിക്കുവാൻ കഴിയുന്നത്. ഇപ്പോൾ 2 കാലും മുടന്തുള്ളവനായിരുന്നു ആര്? മെഫീബോശത്ത്. അവന്റെ കൈകൾക്ക് പ്രശ്നമില്ല, അവന്റെ ചെവി നന്നായി കേൾക്കും, അവന്റെ നാവ് കൊണ്ട് നന്നായി സംസാരിക്കുവാൻ കഴിയും, ശരീരത്തിന്റെ മറ്റുള്ള അവയവങ്ങളെല്ലാം വളരെ നന്നായിട്ട് പ്രവർത്തിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. പക്ഷേ അവന്റെ 2 കാലുകളും എന്ത് ചെയ്യുന്നില്ല? പ്രവർത്തിക്കുന്നില്ല. 2 കാലുകളും ഒടിയപ്പെട്ട ഒരവസ്ഥയാണ് നമുക്ക് ദർശിക്കുവാനായി കഴിയുന്നത്. 2 കാലം നഷ്ടപ്പെട്ടു. സാധാരണ നമ്മൾ 2 കാലം നഷ്ടപ്പെട്ടവരെ കാണാറുണ്ട്, 1 കാലം നഷ്ടപ്പെട്ടവരെ കാണാറുണ്ട് എന്ന് പറഞ്ഞാൽ 1.5 കാലം നടക്കുന്നത്. അങ്ങനെയുള്ള ഒരു കാലെങ്കിലും ഉണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും ഞൊണ്ടിയെങ്കിലും എന്ത് ചെയ്യാൻ കഴിയും? നടക്കാൻ കഴിയും. പക്ഷെ മെഫീബോശത്തിനെ സംബന്ധിച്ച് ഞൊണ്ടാൻ പോലും പറ്റത്തില്ല. ഇപ്പൊ ഇരുന്ന് ഞരങ്ങണം. അത്തരത്തിലുള്ള ഒരവസ്ഥയാണ് മെഫീബോശത്ത് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ആത്മീയ ജീവിതത്തിൽ ഒരു ദൈവ പൈതൽ നേരായി നടക്കണമെന്ന് എന്റെ ദൈവം ആഗ്രഹിക്കുകയാണ്. ആത്മീയ ജീവിതത്തിൽ അവനെ ഞൊണ്ടൽ പാടില്ല എന്നതാണ് ദൈവത്തിന് നമ്മെ കുറിച്ചുള്ള ഇഷ്ടം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ സത്യത്തിൽ ഒരു ദൈവ പൈതൽ നടക്കണം എന്നതാണ് ദൈവത്തിന്റെ പദ്ധതി. പിതാവായ ദൈവം അത് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നു. നാം സത്യത്തിൽ നടക്കുന്നത് കാണുവാൻ, വീഴ്ച കൂടാതെ നടക്കുന്നത് കാണുവാൻ, ആത്മാവിന്റെ ഒരുക്കത്തിൽ നടക്കുന്നത് കാണുവാൻ, അവൻ സ്വന്തം നേരായ പാതയിൽ നടക്കുന്നത് കാണുവാൻ സ്വർഗത്തിലെ ദൈവം എല്ലാ കാലഘട്ടങ്ങളിലും നമ്മിലൂടെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. നാം അങ്ങനെ നടക്കുമ്പോൾ പിതാവ് സന്തോഷിക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഞൊണ്ടൽ വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ മാർഗം വിട്ടുപിരിയുമ്പോൾ ആ സന്തോഷം ദുഃഖമായി മാറുന്നു. അതുകൊണ്ട് നമ്മുടെ ദൈവത്തെ നമ്മൾ എപ്പോഴും സന്തോഷിപ്പിക്കണം, അഥവാ നമ്മൾ പ്രസാദിപ്പിക്കുന്നവരായി തീരണം എന്ന കാര്യം കൂടെ ഞാൻ ഓർമ്മിക്കുവാൻ താല്പര്യപ്പെടുകയാണ്.
നമ്മൾ ദൈവിക ഭാവിയിൽ ദൈവിക സത്യത്തിൽ അനുദിനവും യാതൊരു മുടങ്ങും കൂടാതെ നടക്കപ്പെടുവാൻ വിളിച്ചു വേർതിരിക്കപ്പെട്ടവരാണ്. വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്താണ്. നോക്കൂ, ഒരു മനുഷ്യന്റെ നടപ്പ് ആരംഭിക്കുന്നത് എപ്പോഴാണ്? വിശ്വാസത്തിന്റെ നടപ്പിന്റെ ആദ്യത്തെ ചവിട്ടുപടി അത് ക്രിസ്തുവിലുള്ള വിശ്വാസത്താലാണ് ആരംഭിക്കുന്നത് എന്ന് നമുക്കറിയാം. അവിടെ മുതൽ ആരംഭിക്കുന്ന ജീവിതയാത്ര പിന്നെ അങ്ങോട്ട് വളഞ്ഞ വഴികൾ മുൻപിലുണ്ട്, ഇടുക്കവും ഞെരുക്കവുമായ പാതകൾ മുൻപിലുണ്ട്, വിശാലമായ വഴികൾ മുൻപിലുണ്ട്. പക്ഷേ ദൈവം നമ്മെ അനുവദിക്കുന്ന പാതയിലൂടെ സ്ട്രെയിറ്റ് ആയി പോകണം, അവൻ മുടന്നുകൂടാതെ പോകണം, വളരെ നന്നായി തന്നെ മുന്നോട്ട് പോകണം എന്നതാണ് ദൈവത്തിന് നമ്മെ കുറിച്ചുള്ള ഇഷ്ടം. പ്രൈസ് ദി ലോർഡ്. അതിനായിട്ടാണ് എന്റെ ദൈവം എന്നെയും നിങ്ങളെയും ഈ നിലയിൽ വേർതിരിച്ച് വച്ചിരിക്കുന്നതിന്റെ ഉദ്ദേശം. പലപ്പോഴും നമുക്ക് സത്യത്തിൽ നടക്കുവാൻ കഴിയുന്നില്ല, നേരായ പാതയിൽ മുടന്നുകൂടാതെ നടക്കുവാൻ സാധിക്കുന്നില്ല. ദൈവം വച്ചിരിക്കുന്ന ആ ഭ്രമണപഥത്തിനകത്തുകൂടെ സഞ്ചരിക്കുവാൻ നമുക്ക് സാധ്യമല്ലാതായി വരുന്നു. ആയത് നിമിത്തം പലതരത്തിലുള്ള വീഴ്ചകൾ, പലതരത്തിലുള്ള ദുരിതപൂർണമായ അവസ്ഥകൾ, പലതരത്തിലുള്ള കുരുക്കുകൾ എന്നിവയിലേക്ക് നമ്മൾ വീഴപ്പെടുവാനിടയായിത്തീരുന്നു. നോക്കണം, ഇസ്രായേൽ ജനം മിസ്രയീമിൽ നിന്ന് യാത്ര തിരിച്ചിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ അവർക്ക് 40 ദിവസം കൊണ്ട് എന്ത് ചെയ്യാം? ദൈവം പറഞ്ഞ വാഗ്ദത്ത ദേശത്തിൽ എത്തുവാൻ കഴിയും. പക്ഷേ 40 ആണ്ടുകൾ അവർ എന്ത് ചെയ്തു? ചുറ്റി നടക്കേണ്ടി വന്നു. 40 ആണ്ടുകൾ വളഞ്ഞ വഴിയിലൂടെ നടക്കേണ്ടി വന്നു. വളഞ്ഞ വഴിയിലൂടെ നടന്നതിന്റെ കാരണമായി ഫലമായി സ്വന്തം 40 ദിവസം കൊണ്ട് എത്തേണ്ട കിടക്ക 40 വർഷമാണ് അവർ എടുക്കുവാനിടയാക്കിയിരുന്നത്. നമ്മൾ നേരായ വഴി വിട്ട് പോയി കഴിഞ്ഞാൽ, സത്യത്തിന്റെ മാർഗം നമ്മൾ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ, ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ നമുക്ക് മുന്നോട്ട് പോകുവാൻ കഴിഞ്ഞില്ലെങ്കിൽ സ്വന്തം 2 ദിവസം കൊണ്ട് ലഭിക്കേണ്ടത്, അല്ലെങ്കിൽ 40 ദിവസം കൊണ്ട് നമുക്ക് ലഭിക്കേണ്ടത് അത് 40 വർഷമായി വേണ്ടി വരികയാണ്. നമ്മൾ ഇങ്ങനെ ചുറ്റുന്നത് കാണുമ്പോൾ ഇസ്രായേലിന് സംഭവിച്ചത് എന്താണെന്ന് അറിയാമോ? ഒന്ന്, വാഗ്ദത്തം 40 ദിവസത്തിന്റെ അകത്ത് നിറവേറപ്പെടേണ്ടതാണ്. സ്തോത്രം. 40 ദിവസത്തിനകത്ത് നിറവേറപ്പെടേണ്ട വാഗ്ദത്തം നിറവേറപ്പെടുവാൻ എത്ര വർഷം വേണ്ടി വന്നു? 40 വർഷം വേണ്ടി വന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകലിൽ നമ്മൾ ചിന്തിക്കണം, തമ്പുരാൻ നമ്മെ അനുഗ്രഹിക്കേണ്ട സമയം കഴിഞ്ഞു, നമ്മെ മാനിക്കേണ്ട ഉയർത്തേണ്ട സമയങ്ങൾ കഴിഞ്ഞു. പക്ഷേ നമ്മുടെ വഴി തെറ്റിപ്പോയി, നമ്മുടെ കാലിന് മുടക്ക് സംഭവിച്ചു, നമ്മുടെ പാതയിൽ എവിടെയൊക്കെയോ വീഴ്ചകൾ സംഭവിച്ചു. അതുകൊണ്ടാണ് പല വാഗ്ദത്തങ്ങളും നാളിതുവരെ അവർ നിറവേറുവാനായിട്ട് കഴിയാതെ നിൽക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. മാത്രമല്ല, ഈ 40 ആണ്ടുകൾ എന്ന് പറയുമ്പോൾ അത് നിസ്സാരമായ ആണ്ടല്ല. അവർ ഇതിനകത്ത് എത്ര ജനനമരണങ്ങൾ നടന്നു കാണും. അവർ പലർക്കും അവിടെ എത്തിച്ചേരുവാൻ കഴിഞ്ഞില്ല. അവർ മാനസികമായി തളരുകയാണ്, ശാരീരികമായി ക്ഷീണിക്കുകയാണ്. ഇപ്പോൾ മനസ്സിലൊരു ആഗ്രഹം, ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ലായിരുന്നു, മിസ്രയീമിൽ നിന്നെങ്കിൽ മതിയായിരുന്നു എന്ന ചിന്തയായിരിക്കാം ഈ ജനത്തിലേക്ക് കടന്നു വരുന്നത്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ആണ്ടുകൾ ഏറി വരുന്നതോറും, 40 ആണ്ടുകൾ വരുന്നതോറും അവരുടെ ഘട്ടങ്ങൾ കൂടുകയാണ്, അവരുടെ വെല്ലുവിളികൾ കൂടുകയാണ്, അവരുടെ യുദ്ധങ്ങൾ കൂടുകയാണ്, അവരുടെ മുന്നിലുള്ള ശത്രുക്കൾ ഏറി വരികയാണ്. പക്ഷെ 40 ദിവസത്തിനകത്ത് നടത്താമായിരുന്നു, പക്ഷേ അവർ വളഞ്ഞ വഴിയിലൂടെ യാത്ര ചെയ്യുവാനിടയായി. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം പ്രിയമുള്ളവരെ, ദൈവം നമ്മിലൂടെ ആഗ്രഹിച്ചത് പലതും നിറവേറാത്തതിന്റെ കാരണം മറ്റൊന്നല്ല, മെഫീബോശത്തിനെ പോലെ ഇരുകാലുകളും അനേകർക്കും മുടന്ത് സംഭവിച്ചിരിക്കുന്നു. നേരായ പാതയിൽ ഭരണത്തിന്റെ വ്യവസ്ഥയിലൂടെ മുന്നേറുവാൻ കഴിയുന്നില്ല. എവിടെയൊക്കെ താളപ്പിഴകൾ സംഭവിച്ചു, ഇപ്പോൾ ഇരുന്ന് നരങ്ങിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്.
ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് ഈ അവസ്ഥകൾക്ക് മാറ്റം വരുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. ഇവൻ എങ്ങനെയാണ് മുടന്തനായത്? ഒരു വാക്യം കൂടെ ഒന്നതിനോട് ചേർത്ത് വായിച്ച് 4-ാം അധ്യായത്തിലേക്ക് വരാം. 4-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യം. ശമൂവേലിന്റെ പുസ്തകം. യെസ്. അവൻ 5 വയസ്സായിരുന്നു. അപ്പോൾ അവന്റെ ധാത്രി അവനെ എടുത്തുകൊണ്ട് ഓടി. അവൾ ബന്ധപ്പെട്ട് ഓടുമ്പോൾ അവൻ വീണ് മുടന്തനായി തീർന്നു. അപ്പോൾ അവൻ എങ്ങനെയാണ് മുടന്തനായത്? നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. മെഫിബോശത്തിന് 5 വയസ്സുവരെ യാതൊരു മുടന്തും ഇല്ലായിരുന്നു. വളരെ നന്നായി ഓടി ചാടി നടന്ന ഒരു പൈതലാണ്. അവൻ വളരെ സന്തോഷത്തോടെ കയ്യിൽ കിട്ടുന്നതെല്ലാം എടുത്ത് അവനതിനെ ആഘോഷമാക്കി തീർക്കുന്ന ഒരു അനുഭവമായിരുന്നു. പക്ഷേ 5 വയസ്സ് പിന്നിട്ടപ്പോ ആണ് ഇവർ ഈ മുടന്ത് സംഭവിക്കുവാനായിട്ട് ഇടയായത്. ഒരു നിമിഷം നമ്മുടെ ഈ ആത്മീയ ജീവിതവുമായി നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. വിശ്വാസത്തിൽ ഇറങ്ങി തിരിച്ച ആദ്യ ആണ്ടുകൾ, വിശ്വാസത്തിന് വേണ്ടി ഇറങ്ങിയ ആദ്യ കാലഘട്ടങ്ങൾ, അത് 5 വർഷമാകാം, 10 വർഷമാകാം, 15 വർഷമാകാം. അത് നമുക്ക് ഓരോരുത്തർക്കും വ്യക്തമാണ്. അത് ചില ആണ്ടുകൾ നമ്മൾ നന്നായി ഓടി, നന്നായി ദൈവത്തിന് ഇഷ്ടം ചെയ്തു, നന്നായി ദൈവിക സന്തോഷങ്ങൾ ആസ്വദിച്ചു, ദൈവത്തിന് നിരവധി നന്മകൾ പ്രാപിച്ചു. അവർ തുള്ളിച്ചാടി മാർഭേടകളെ പോലെ അവർ നൃത്തം ചെയ്ത് ആരാധിച്ചിട്ടുണ്ട്. പക്ഷേ വയസ്സ് 5 കഴിഞ്ഞപ്പോ, ചില ആണ്ടുകൾ പിന്നിട്ടപ്പോ അവന്റെ കാലിന് മുടന്ത് സംഭവിച്ചു. ഇത് ആരാധിപ്പാൻ കഴിയുന്നില്ല, ഇത് തുള്ളിച്ചാടാൻ കഴിയുന്നില്ല, വേഗത്തിൽ കാര്യം ചെയ്യാൻ കഴിയുന്നില്ല. അവൻ മന്ദത ബാധിക്കപ്പെട്ടവരായി, അവൻ മുടന്ത് പിടിക്കപ്പെട്ടവരായി, ഒരു വല്ലാത്ത പടക്കിക്കായ വളരെ ദാരുണമായ ഒരവസ്ഥയിലേക്ക് അവൻ പതിക്കപ്പെട്ടിരിക്കുകയാണ്. ഒരു പ്രത്യേക സാഹചര്യം അവനെ മുടന്തനാക്കി. എന്താണ് അവൻ മുടന്തനാക്കപ്പെട്ട സാഹചര്യം? അവിടെ വ്യക്തമാണ്. അവന്റെ പിതാവായ യോനാഥാനും യോനാഥാന്റെ അപ്പനായ ശൗലും അവർ ഇരുവരും യുദ്ധത്തിൽ എന്ത് ചെയ്തു? മരണപ്പെട്ടു. ഈ മരണപ്പെട്ട വിവരം ഇവരുടെ വീട്ടിലുള്ള ധാത്രി അറിഞ്ഞു. ധാത്രി അറിഞ്ഞിട്ട് എന്തിനറിയാമോ? ഈ മെഫീബോശത്തിനെ രക്ഷപ്പെടുത്തണമെന്ന ആഗ്രഹത്തിൽ അവരെ തൂക്കിയെടുത്തുകൊണ്ട് അവൾ ഓടുവാൻ തുടങ്ങി. ഒന്നാമത്തെ കാരണം, ഇവന്റെ കാലിന് മുടന്ത് സംഭവിക്കുവാനുള്ള ഒന്നാമത്തെ കാരണം അവന്റെ അപ്പന്റെ മരണമാണ്. അപ്പന്റെ മരണം. അപ്പന്റെ മരണം വലിയ പ്രശ്നമൊന്നുമല്ല. ശൗൽ രാജാവിന്റെ മരണം വലിയ വിഷയമല്ല. പക്ഷേ തന്റെ അപ്പന്റെ മരണം അവൻ ഒരിക്കലും നടക്കുവാൻ പാടില്ലാത്ത ഒന്നാണ്. യോനാഥാന് മരണം സംഭവിക്കുവാൻ പാടില്ലായിരുന്നു. യോനാഥാന് മരണം സംഭവിച്ചത് കൊണ്ടാണ് ഈ മകന്റെ കാല് മുടന്തായി തീരുവാനിടയായത്. എന്താണ് യോനാഥാൻ എന്ന വാക്കിന്റെ അർത്ഥം? അത് ചിന്തിക്കുമ്പോൾ നമുക്കറിയാം യോനാഥാൻ മരിക്കാൻ പാടില്ലായിരുന്നു എന്ന്. യോനാഥാൻ എന്ന വാക്കിന് ബൈബിൾ ഹിസ്റ്ററിയിൽ നൽകിയിരിക്കുന്ന അർത്ഥം ദൈവത്തിന്റെ കൃപ എന്നാണ്. ഒരു ദൈവത്തിന്റെ പൈതൃക ജീവിതത്തിൽ, വിശ്വാസ ജീവിതത്തിൽ ദൈവകൃപ എപ്പോ മരിക്കുമോ, എപ്പോ നശിക്കുമോ, അപ്പോൾ അവരുടെ ജീവിതത്തിൽ മുടങ്ങ് സംഭവിക്കുകയാണ്. ഒരു നിമിഷം നമ്മളൊന്ന് ചിന്തിക്കണം. കാരണം നമ്മൾ രക്ഷിക്കപ്പെട്ടതും ദൈവത്തിങ്കലുള്ള കൃപയാലാണ്. അതുകൊണ്ട് നമ്മൾ എപ്പോഴാണോ രക്ഷയുടെ അനുഭവത്തിൽ നിന്ന് മാറുന്നത്, അപ്പോൾ നമ്മുടെ കാലിന് മുടന്ത് സംഭവിച്ചിരിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോൾ മറ്റൊരു ആശയത്തിൽ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവകൃപ അഥവാ ദൈവം തന്ന താലന്തുകൾ, ദൈവം തന്ന കഴിവുകൾ, ദൈവം പ്രാർത്ഥിക്കാനായി തന്ന പ്രാർത്ഥനാ വരങ്ങൾ,
ദൈവം തന്ന ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും വചനങ്ങൾ ഇതൊക്കെ എപ്പോഴാണോ നമ്മിൽ നിന്ന് നഷ്ടപ്പെടുന്നത്, ആ സമയം മുതൽ അവ നമ്മുടെ കാലുകൾക്ക് മുടങ്ങ് സംഭവിച്ചിരിക്കുന്നു എന്നാണ് ഈ തിരുവനന്തപുരത്തിലൂടെ ഇന്ന് പകൽക്കാലം അനുഭവിക്കാൻ താല്പര്യപ്പെടുന്നത്. ഒരു കാലഘട്ടത്തിൽ ഓടി, ഒരു കാലഘട്ടത്തിൽ അധ്വാനിച്ചു, ഒരു കാലഘട്ടത്തിൽ ആത്മാക്കൾക്ക് വേണ്ടി വിടുവില്ലുന്നു. അവർ മുഴങ്കാലുകളിൽ നിന്ന് പ്രാർത്ഥിക്കുമായിരുന്നു, അവർ കരയുമായിരുന്നു, ദൈവസന്നിധിയിൽ നിലവിളിക്കുമായിരുന്നു, അവർ പ്രവചിക്കുമായിരുന്നു, അവർ താലന്തുകൾ ധാരാളം വിനിയോഗിക്കുമായിരുന്നു. ആരാധനകൾ മുടക്കുവാൻ കഴിയുമായിരുന്നില്ല. ആരാധന എന്ന് പറയുമ്പോൾ ഉത്സാഹത്തോടെ ഓടിച്ചെല്ലുമായിരുന്നു. പക്ഷെ ഇന്നോ വിമോശത്തിന്റെ രണ്ട് കാലം മുടന്തായി. ദൈവകൃപകൾ, ദൈവം തന്ന ഉത്തരവാദിത്വങ്ങൾ, ദൈവം തന്ന താലന്തുകൾ, ദൈവം തന്ന കഴിവുകൾ എപ്പോഴാണ് നമ്മിൽ നിന്ന് നഷ്ടപ്പെടുന്നത്, എപ്പോഴാണ് അത് മരിച്ചുപോയത്, ആ സമയം മുതൽ ആത്മീക മുടന്തന്മാരായി മാറിയിരിക്കുകയാണ് ആധുനിക കാലഘട്ടത്തിൽ ദൈവത്തിന്റെ ജനമെന്ന് പറയുന്നത്. ഒരു നിമിഷം നമ്മൾ ഒന്ന് ചിന്തിക്കണം. എനിക്ക് ദൈവം തന്ന താലന്തുകൾ ഞാൻ വിനിയോഗിക്കുന്നുണ്ടോ? എനിക്ക് വലിയ പ്രസംഗമൊന്നും നടത്താൻ അറിയില്ല, പക്ഷെ എനിക്ക് പ്രാർത്ഥിക്കാൻ അറിയാം, യേശുവേ എന്ന് വിളിക്കാൻ അറിയാം, ദൈവമേ അവനെ രക്ഷിക്കണമേ എന്ന് പറയാൻ അറിയാം. അത് ഞാൻ ഉപയോഗിക്കുന്നുണ്ടോ? അവൻ മുൻകാലങ്ങൾ ഉണ്ടായിരുന്ന ജീവിത നിലവാരം ആത്മീയതയിലേക്ക് കാത്തു സൂക്ഷിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? നമ്മോടുള്ള ബന്ധത്തിൽ നമ്മളൊന്ന് ചിന്തിക്കുക. എന്താണ് നമ്മുടെ ജീവിതത്തിൽ? നമ്മൾ മുടന്തന്മാരാണോ, അത് ഒന്നരക്കാലന്മാരാണോ, അവൻ സ്വന്തം അത് രണ്ട് കാലം ഉള്ളവരായി അവൻ ദൈവം നടത്തിയ, ദൈവം രക്ഷിച്ച അതേ നിലവന്നെയാണോ ഇന്ന് തുടരുന്നത് എന്ന് നിങ്ങൾ സ്വയമായി ഒന്ന് ചിന്തിച്ചു വിലയിരുത്തുക. 5 വർഷങ്ങൾ നന്നായി ഓടി നടന്നവന് 5 ആണ്ടുകൾ പിന്നിട്ടപ്പോൾ, ആ കൃപ നഷ്ടപ്പെട്ടപ്പോൾ, കൃപ മരിച്ചുപോയപ്പോൾ, കൃപ തന്നിൽ നിന്ന് മാറ്റപ്പെട്ടപ്പോൾ അവന്റെ കാലങ്ങൾ മുടങ്ങുന്നവരായി തോന്നുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. ഒന്ന്, അവൻ മുടങ്ങനാകാനുള്ള കാരണം യോനാഥാൻ മരിച്ചു അഥവാ കൃപ നഷ്ടപ്പെട്ടു. 2, നമ്മളോട് വായിക്കുന്നത് അവൻ രാത്രി അപ്പന്റെയും അപ്പച്ചന്റെയും മരണവാർത്ത കേട്ടപ്പോ രാത്രി എന്തെന്ന് അറിയാമോ, ഇവരെയും തൂക്കിയെടുത്ത് ഓടുവാൻ തുടങ്ങി. രാത്രി ഇവരെ രക്ഷപ്പെടുത്തുവാൻ വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ അവൾ തൂക്കിയെടുത്തത്. ഇവിടെ രാത്രി എന്ന് പറയുന്ന വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ രാത്രി എന്ന് പറയുന്നത് അതൊരു വലിയ നല്ലൊരു സബ്ജക്റ്റാണ്, നല്ലൊരു വിഷയമാണ്. റബേക്കയ്ക്ക് ധാത്രിമാരുണ്ടായിരുന്നു, എസ്തറിന് ധാത്രിമാരുണ്ടായിരുന്നു, ഇങ്ങനെ പല വ്യക്തികൾക്കും ധാത്രിമാരുണ്ടായിരുന്നു. അപ്പോൾ ഈ ധാത്രി എന്നതിന് ഇംഗ്ലീഷിൽ നേഴ്സ് എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു ശുശ്രൂഷക്കാരി എന്ന അർത്ഥമാണ് അതിൽ നൽകിയിരിക്കുന്നത്. അപ്പോൾ ഈ ശുശ്രൂഷ ചെയ്യുന്ന ഈ ധാത്രി, അവരുടെ പേര് അവിടെ പറഞ്ഞിട്ടില്ല, അവൾ വിവാഹിതയല്ല, അവിവാഹിതയാണ്. അപ്പോൾ ഒരു ധാത്രി ഒരു വീട്ടിൽ അവൾ ശുശ്രൂഷിക്കുന്നവളാണെങ്കിൽ ആ ഭവനത്തിന് വേണ്ടി പ്രതിഷ്ഠിക്കപ്പെട്ടവളായിരിക്കും, ആ ഭവനത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടവളായിരിക്കും, ആ ഭവനത്തിലെ എല്ലാ ശുശ്രൂഷകളും ഉത്തരവാദിത്വത്തോടെ നിർവഹിക്കുന്നവളായിരിക്കും ആ ധാത്രി. അപ്പുറത്തെ വീട്ടിലെ ധാത്രി ഇപ്പുറത്തെ വീട്ടിൽ എന്ത് ചെയ്യത്തില്ല, ഉത്തരവാദിത്വത്തോടെ കാര്യം ചെയ്യത്തില്ല. ഈ വീട്ടിലെ ധാത്രി ഈ വീട്ടിലെ കാര്യം ഉത്തരവാദിത്വത്തോടെ ചെയ്യും, അപ്പുറത്തെ വീട്ടിലുള്ളവർ അപ്പുറത്തെ വീട്ടിലുള്ള കാര്യം ചെയ്യും. അവർ എന്നതുപോലെയാണ് അവർ ഇവിടെ അവർ മെഫീബോശത്തിന്റെ വീട്ടിലുള്ള ധാത്രി മെഫീബോശത്തിന് രക്ഷപ്പെടണമെന്ന് ആശയത്തില്ല, ആ താല്പര്യത്തില്ല അവരെ തൂക്കിയെടുത്ത അവൻ ബന്ധപ്പെട്ട് ഓടി രക്ഷപ്പെടുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. കാരണം എടുത്തുകൊണ്ട് ഓടാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, കാരണം ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ ഓർപ്പിച്ചു, മെഫീബോശത്ത് അവൻ രാജപരമ്പരയിൽ പെട്ടവനാണ്. ഇപ്പോൾ ശൗൽ മരിച്ചു, യോനാഥാനും മരിച്ചു. അടുത്ത സീനിയോറിറ്റി അനുസരിച്ച് ഒരുപക്ഷെ അല്ലെങ്കിൽ ചില ആണ്ടുകൾ കഴിയുമ്പോൾ അടുത്ത ആ സിംഹാസനത്തിൽ ഇരിക്കേണ്ടത് ആരാണ്? ഈ മെഫീബോശത്താണ്. അപ്പോൾ
ഇവൻ ജീവിച്ചിരുന്നു കഴിഞ്ഞാൽ, ഈ മെഫീബോശത്ത് ജീവിച്ചിരുന്നു കഴിഞ്ഞാൽ, അപ്പനെ കൊന്ന പുള്ളികൾക്ക്, അപ്പനെ കൊന്ന പുള്ളികൾക്ക് അവൻ അന്ന് ഒരുപക്ഷെ വാശി തീർക്കും. ഇവൻ പോയി അവനെയും തട്ടുവാനിടയാക്കിയിരിക്കും. അതുകൊണ്ട് ഇവനെയും നശിപ്പിച്ചു കഴിഞ്ഞാൽ ഈ രാജപരമ്പര ഇവരുടെ തീരും, ഇവരുടെ ഈ യുഗം അവസാനിച്ചു. അവൻ പിന്നത്തേതില് ആ കുടുംബത്തിനകത്ത് നിന്ന് ഒരു രാജഭരണത്തിലേക്ക് വരത്തില്ല എന്ന ഒരു ലക്ഷ്യവും ശത്രുക്കൾക്കുണ്ട്. ആ ലക്ഷ്യം മനസ്സിലാക്കിയിട്ടാണ് രാത്രി അവരെ എടുത്ത് ഓടി രക്ഷപ്പെടുവാനായിട്ട് ആഗ്രഹിച്ചത്. ഞാൻ പറയട്ടെ, ഇവൾ ഇങ്ങനെ ഓടുന്ന സമയത്ത് എന്ത് ചെയ്യുന്നറിയാമോ? നമ്മളിവിടെ വായിക്കുന്നു, അവൾ ബന്ധപ്പെട്ട് ഓടുമ്പോൾ എന്താ സംഭവിച്ചത്? അവൻ വീണു, കാല് മുടന്തായി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. യഥാർത്ഥത്തിൽ എങ്ങനെയായിരിക്കാം അവൻ വീണത്? 5 വയസ്സ് പ്രായം എന്ന് പറയുമ്പോ ഒരു വല്ലാത്ത വിരലി പിടിച്ച ഒരു പ്രായമാണ്, അല്ലേ? നമുക്കറിയാം, പിള്ളേര് ഇച്ചിരി ഇറങ്ങി ഓടി നടക്കാനുള്ള പ്രായമൊക്കെ ആയി കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ അവർ ഇരിക്കാൻ താല്പര്യപ്പെടുമോ? ഇല്ല. ഇപ്പൊ നമ്മള് എത്ര പിടിച്ചു വെച്ചാലും ഈ പിള്ളേർ എന്ത് ചെയ്യത്തില്ല, ഇരിക്കത്തില്ല. അവർക്ക് ചാടണം, അവർക്ക് ഓടണം, അവർക്ക് സ്വതന്ത്രമായിട്ട് എന്തെങ്കിലും ചെയ്യണം എന്ന ആഗ്രഹമാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത്, എന്റെ ചിന്ത ഇങ്ങനെയാണ്, യഥാർത്ഥത്തിൽ ഈ കുടുംബത്തിന്റെ ചുമതല ഈ രാത്രി ഏറ്റെടുത്തത് കൊണ്ടാണ് ഇവനെ എടുത്തു ഓടുവാനായിട്ട് അവർ ബന്ധപ്പെട്ടത്. വേണമെങ്കിൽ അവരെ നശിപ്പിക്കാമായിരുന്നു, പക്ഷെ അതവൾ ചെയ്യുന്നില്ല. അവൾ സ്വന്തം അവരുടെ ചുമതലയാണ്, അവരുടെ ശുശ്രൂഷയാണ് അവർ മനസ്സിലാക്കിയിട്ട് എന്റെ ഉത്തരവാദിത്തമാണ് അവരെ രക്ഷപ്പെടുത്തേണ്ടത് എന്ന് കരുതിയിട്ടാണ് അവരെ തൂക്കിയെടുക്കുവാനിടയായത്. പക്ഷേ ഈ മെഫീബോശത്ത് എന്ത് ചെയ്യുന്നില്ല, മനസ്സിലാക്കുന്നില്ല. ഈ രാത്രിയുടെ കയ്യിൽ ഇരിക്കുമ്പോ നമ്മുടെ കയ്യിലൊക്കെ പിള്ളേര് അവൻ വളർന്നിട്ടുണ്ട്, അവൻ സ്തോത്രം നമുക്കറിയാം. അവൻ നമ്മുടെ പിള്ളേരും പറഞ്ഞിട്ടുണ്ട്, അവൻ പപ്പാ താഴെവിട, അവൻ ഞാൻ നടന്നു പോയിക്കൊള്ളാം എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ? അവൻ ഇതുപോലെ ഒരുപക്ഷെ ഈ ചെറുക്കൻ അവൻ എന്തിനാണെന്നറിയാമോ? ഈ രാത്രിയുടെ കയ്യിൽ ഇരുന്നപ്പോൾ അവൻ ഇങ്ങോട്ട് വന്ന് പിരിയൊക്കെ എന്ന് കളി അവനൊന്ന് സ്തോത്രം പുറത്തോട്ട് ചാടുവാൻ അവനൊന്ന് ശ്രമിച്ചിരിക്കാം. അപ്പോൾ അവൻ യഥാർത്ഥത്തിൽ തള്ളിയിട്ടതല്ല, അവൾ അറിഞ്ഞുകൊണ്ട് അവൾക്ക് ഒരു വീഴ്ച സംഭവിച്ചതല്ല. അവൻ എന്റെ ചിന്ത, അവൾ ബന്ധപ്പെട്ടു ഓടുമ്പോൾ ഇവൻ എന്ത് ചെയ്തു? ഇവൻ സ്വയമായി എടുത്തു ചാടുകയായിരുന്നു. ആ ആശയമാണ് നമുക്ക് ഇവിടെ ലഭിക്കാൻ കഴിയുന്നത്. അവൻ എടുത്തു ചാടി മുടന്ത വരുത്തി വയ്ക്കുകയായിരുന്നു. ഇന്ന് പകൽക്കാലം ഒരു വാക്ക് ഞാൻ ഓർപ്പിക്കട്ടെ, അത് പലപ്പോഴും അത് നമ്മുടെ ജീവിതത്തിൽ വീഴ്ചകൾ സംഭവിക്കുന്നത് എപ്പോഴാണെന്ന് അറിയാമോ? അവൻ ശുശ്രൂഷക്കാരന്റെ കരത്തിൽ നിന്ന് ഒരു ദൈവവൈദ്യം എപ്പോഴാണോ ചാടുന്നത്, അപ്പോൾ അവന് വീഴ്ച സംഭവിച്ചിരിക്കും. ദൈവം നിങ്ങൾക്ക് വേണ്ടി നിയമിച്ചിരിക്കുന്ന ഒരു ശുശ്രൂഷക്കാരനുണ്ട്. ആ ശുശ്രൂഷക്കാരൻ പറയുന്ന ഉപദേശത്തിൽ നിന്ന് ചാടിയ അവൻ വ്യവസ്ഥയിൽ നിന്ന് മാറിപ്പോയാൽ അവൻ വീഴ്ച വലുതാണ് എന്ന യാഥാർത്ഥ്യമാണ് പരിശുദ്ധാത്മാവ് അവൻ ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ആകയാൽ പ്രിയമുള്ളവര്, മെഫീബോശത്തിന്റെ വീഴ്ചയ്ക്ക് കാരണം, അവൻ മുടന്തനാകുവാനുള്ള കാരണം ഒന്ന്, അവന്റെ അപ്പൻ നഷ്ടപ്പെട്ടു, കൃപ നഷ്ടപ്പെട്ടു. രണ്ട്, അവൻ രാത്രിയുടെ കയ്യിൽ നിന്ന് അവൻ എടുത്തു ചാടി ദൈവം തന്നിരിക്കുന്ന അവൻ ശുശ്രൂഷക്കാരോട് ചേർന്ന് അവർ പറയുന്ന ഉപദേശത്തെ അംഗീകരിക്കണം, അവർ പറയുന്നതിനോട് വിഘടിക്കരുത്, അവരുടെ നിർദ്ദേശം അനുസരിക്കണം. എടുത്തു ചാടി ഒന്നും ചെയ്യുവാൻ പോകരുത്, അത് ഭയങ്കരമായ പരാജയത്തിന് കാരണമായി തീരും. നോക്കണം, മുടന്തനായ ശേഷമുള്ള അവന്റെ അവസ്ഥ. ഇതുവരെ തുള്ളിച്ചാടി നടന്ന ഒരു കുഞ്ഞ് ഇപ്പോൾ അവൻ സ്വതന്ത്രം നടക്കുവാൻ കഴിയുന്നില്ല, 2 കാലം മുടന്തനാക്കപ്പെടുകയാണ്, ദാരുണമായ അവസ്ഥയിലേക്ക് ഇഴഞ്ഞിരിക്കുകയാണ്. അവൻ ഇപ്പോൾ ആരുടെയെങ്കിലും സഹായം അവന് വേണം, ആരെങ്കിലും എടുത്തുകൊണ്ട് പോകണം. അവൻ സ്വയമായി നടക്കുവാൻ കഴിയുന്നില്ല, സ്വയമായി മുന്നോട്ട് പോകുവാൻ കഴിയുന്നില്ല, പരസഹായം കൂടാതെ ഒന്നും ചെയ്യുവാൻ കഴിയുന്നില്ല. ഇപ്പോൾ ഇരുന്ന് ഇറങ്ങി പോകേണ്ട ഒരു ഗതികേടിലേക്ക് ഈ മനുഷ്യൻ വന്നു ഭവിക്കുകയാണ്.
കൃപ നഷ്ടപ്പെട്ടാൽ, ശുശ്രൂഷക്കാരുടെ ഉപദേശങ്ങൾ നിർദ്ദേശങ്ങൾ അനുസരിക്കാതെ പോയാൽ, അതിൽ നിന്ന് എടുത്തു ചാടി സ്വന്തം തീരുമാനങ്ങൾ നിവർത്തീകരിക്കുവാൻ പോയാൽ ഉള്ള പരാജയം വലുതാണ്. അവരുടെ ഒരു കാലല്ല, അവന്റെ രണ്ട് കാലും അവൻ മുടന്തായി എന്നാണ് നമ്മൾ ഇവിടെ വായിച്ച് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. നോക്കണം, അവന്റെ കാല് രണ്ടും ഒടിഞ്ഞിട്ടും രാത്രി അവനെ രക്ഷിക്കുവാൻ ആഗ്രഹിച്ചിട്ട് അവൻ വീണ്ടുപോയവനെ വീണ്ടും എടുത്ത് അവൻ ഓടി അവനെ രക്ഷപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അവൻ രാത്രിക്ക് ഉത്തരവാദിത്തമുണ്ട്. ഇവൻ കാലൊടിഞ്ഞാകാം, ഇവൻ കൈയൊടിഞ്ഞവനാകാം, എന്നാലും പ്രശ്നമല്ല. ഇവരെങ്ങനെ രക്ഷപ്പെടണം, ഇവൻ ശത്രുവിന്റെ കരത്തിൽ അകപ്പെടരുത്. ഇവൻ എങ്ങനെയെങ്കിലും ഏതെങ്കിലും വിധത്തിന് അവരെ എവിടെയെങ്കിലും കൊണ്ട് ഒളിപ്പിക്കണം. അവൻ ദൈവം നിങ്ങൾക്ക് വേണ്ടി നിയോഗിച്ചാക്കിയിരിക്കുന്ന അവൻ ശുശ്രൂഷക്കാരൻ പലപ്പോഴും ഇത് തന്നെയാണ് ചെയ്യുന്നത്. ഇത് മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയുന്നില്ല. നമുക്ക് ഉപദേശങ്ങൾ നിൽക്കുവാൻ കഴിയാതെ അതിൽ നിന്ന് നമ്മൾ എടുത്തു ചാടുമ്പോ അത് പലപ്പോഴും വീഴ്ചകളാണ് അനുഭവിക്കുന്നത്. എന്നാലും അവർ കൈവിടുകയല്ല ചെയ്യുന്നത്. ഒരു നല്ല സമരിയാൾക്കാരുടെ പോലെ അടുത്തു ചെല്ലുകയാണ്, ഉപദേശം കൊടുക്കുകയാണ്. ഇതുവഴിയാണ് പോകേണ്ടത്, ഇതാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ ജീവിച്ചാൽ നിനക്ക് ജീവിതം മനോഹരമാക്കപ്പെടും എന്നാണ് പിന്നെ ഉപദേശിച്ചുകൊണ്ടിരിക്കുന്നത്. അവന്റെ ജീവിതത്തിൽ ആത്മീക മുടന്ന് സംഭവിക്കുവാൻ, കാലിന് വീഴ്ച സംഭവിക്കുവാൻ അവൻ കാരണം ഇതായിരുന്നു. അവൻ എവിടെയൊക്കെ നമ്മൾ വീഴ്ന്നിരിക്കുകയാണ്, ഏതെല്ലാം ഭാഗത്ത് നമുക്ക് മുടന്ന് സംഭവിച്ചിരിക്കുകയാണ്. ഒരു നിമിഷം നമ്മളൊന്ന് ചിന്തിക്കുക. നമ്മുടെ ആത്മീക ജീവിതത്തിന്റെ മുടന്ന് സംഭവിക്കുവാനുള്ള കാരണം ഇന്ന് പകൽക്കാലം നമുക്ക് തിരിച്ചറിയുവാനായി കഴിയട്ടെ. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് എന്റെ ജീവിതത്തിൽ ഞാൻ ഈ കഷ്ടതയിലൂടെ കടന്നു പോകുന്നത്? എന്തുകൊണ്ട് വെറുപ്പും അസഹിഷ്ണുതയിൽ നേരിട്ടുകൊണ്ടിരിക്കുന്നു? എന്തുകൊണ്ട് ജീവിതത്തിൽ സ്ഥിരോത്സാഹമായ നിലയിൽ മുന്നേറുവാൻ കഴിയുന്നില്ല? ഒരു ദിവസം ആലയത്തിൽ പോകും, പിന്നെ 2 ആഴ്ചയോ 3 ആഴ്ചയോ പോകുവാൻ കഴിയുന്നില്ല. അല്പനേരം ഒരു ദിവസം മുട്ടിമേലിരുന്ന് പ്രാർത്ഥിക്കും, പിന്നെ പ്രാർത്ഥിക്കുവാൻ കഴിയുന്നില്ല. എന്തുകൊണ്ടിത് സംഭവിച്ചു? ഒന്ന് ഉണരാമോ? ഒന്ന് സ്വയമായി നമുക്കൊന്ന് ചിന്തിക്കാമോ? എന്തുകൊണ്ട് എന്റെ ജീവിതത്തിലെ കയ്പിന് കാരണമെന്താ? എന്റെ ജീവിതത്തിലെ പരാജയത്തിന് കാരണമെന്താ? അടിക്കടി വീഴ്ചകളും വേദനകളും വരുന്നതിന് കാരണമെന്താ? എന്തുകൊണ്ടാണ് എന്റെ ജീവിതത്തിൽ വരുന്ന ഈ പ്രശ്നത്തിനെല്ലാം കാരണം? ഞാൻ എവിടെയോ വീണുപോയി, എന്റെ കാലം ഉടനെ സംഭവിച്ചു പോയി. അവൻ ശുശ്രൂഷക്കാരനോട് ചേർന്ന് ആ താത്പര്യോട് ചേർന്നിരുന്നാലേ അവൻ പറയുന്നത് അനുസരിച്ചാണ് അവൻ ജീവനെങ്കിലും ലഭിക്കത്തുള്ളൂ. അവൻ കാലം കണ്ട് പോയത് പോട്ടെ, പ്രശ്നമല്ല. അവൻ ജീവൻ നിലനിർത്തണമെങ്കിൽ, ശത്രുവിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ രാത്രിയുടെ കരത്തിലിരിക്കണം. രാത്രി പറയുന്നത് അനുസരിക്കണം. ശുശ്രൂഷകൻ പറയുന്നത് അനുസരിച്ച പല രാത്രികളുടെ ഉപദേശം കേൾക്കുകയല്ല. അവൻ നിന്റെ വീട്ടിലുള്ള നിന്റെ രാത്രിയുടെ നിന്റെ ശുശ്രൂഷക്കാരന്റെ വാക്ക് നിങ്ങൾ കേൾക്കണം എന്നാണ് പരിശുദ്ധൻ പറയുന്നത്. നമ്മൾ പല ദാത്രിമാരുടെയും നിർദ്ദേശം കേൾക്കാൻ പോയാൽ നമ്മളും വളരില്ല, നമ്മുടെ ജീവിതവും ഗുണം പിടിക്കത്തില്ല, നമ്മുടെ സഭയും വളരത്തില്ല. അതുകൊണ്ട് ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഒരു ശുശ്രൂഷകനുണ്ട്. ആ ശുശ്രൂഷകൻ പറയുന്നതനുസരിച്ച് അവൻ ജീവിച്ചു കഴിഞ്ഞാൽ നിശ്ചയമായും നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടും. ഒരുപക്ഷെ ചിലത് നിങ്ങൾക്ക് വേദനയായി തോന്നും. അവൻ ചിലപ്പോൾ ശാസിക്കും, ചിലപ്പോൾ തർജ്ജന ചെയ്യും, ചിലപ്പോൾ കഠിനമായി ഉപദേശിക്കും. അവൻ അതുപക്ഷെ നിങ്ങൾക്ക് വേദനയായി തോന്നും. പക്ഷേ അവനെ സന്തോഷത്തോടെ സ്വീകരിക്കുമെങ്കിൽ നിങ്ങൾക്ക് ശത്രുവിന്റെ കരത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നിങ്ങൾക്ക് വളരെയധികം ചെന്നെത്തുവാനായി സാധിക്കും. ഇവൻ മുടന്തനായ ശേഷം ഉള്ള അവന്റെ ജീവിതം ഞാൻ ഓർപ്പിച്ചല്ലോ, വളരെ ദുഃഖകരമായ ഒരു അവസ്ഥയാണ്. ഇപ്പോൾ അവന് സ്വന്തമായി ഒന്നും ചെയ്യുവാൻ കഴിയുന്നില്ല. അവന് മറ്റുള്ളവരിൽ ആശ്രയിക്കേണ്ടതായ ഒരു സാഹചര്യം അവന് കൈവരുകയാണ്. നമ്മൾ ശമൂവേലിന്റെ 1-ാം പുസ്തകം 9-ാം അധ്യായം 10-ാമത്തെ വാക്യം നമ്മൾ പഠിക്കുമ്പോ അത് 2-ാം പുസ്തകം 9-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിലാണ് അത് 2 കാലും മുടന്തനായി തീർന്നു എന്ന് നമ്മൾ വായിക്കുന്നത്. അവൻ സ്തോത്രം നൽകുന്നു. ഇവിടെ നോക്കണം, അവൻ ഈ മുടന്തനായ ഈ മെഫീബോശത്ത്
പിന്നത്തേതിൽ എങ്ങനെയാണ് ദാവീദ് രാജാവിന്റെ മേശയിൽ വരുന്നത്? കാരണം അവിടെ നമ്മൾ വായിച്ച് മനസ്സിലാക്കുമ്പോൾ ശൗലും യോനാഥാനും മരിച്ചു. അപ്പോൾ ദാവീദ് അവൻ സ്വന്തം ഈ ഭവനത്തെ കുറിച്ച്, ഈ രാജഗൃഹത്തെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ ആ ഭവനത്തിനകത്ത് ആരെങ്കിലും ഉണ്ടോ ജീവനോടെ ശേഷിക്കുന്നവർ? എങ്കിൽ അവർക്ക് ദയ ചെയ്യണം എന്ന് ദാവീദ് ആഗ്രഹിച്ചിട്ട് അദ്ദേഹം അന്വേഷിച്ചു ചെന്നപ്പോൾ ഒരു ബാല്യക്കാരനെ ആ കുടുംബത്തിൽ കാണുന്നു, ഒരു ദാസനെ. ആ മനുഷ്യന്റെ പേരാണ് സീബ എന്ന് പറയുന്നത്. സീബ മുഖാന്തരം ഇങ്ങനെ രണ്ടു കാലം മുടന്തുള്ളവനായ ഈ മെഫീബോശത്തിനെ കുറിച്ചുള്ള വർത്തമാനം ദാവീദ് രാജാവ് എന്ത് ചെയ്യുന്നു? അറിയുന്നു. അപ്പോൾ ദാവീദ് രാജാവ് അവനെ തന്റെ രാജഗൃഹത്തിലേക്ക് വരുത്തുകയാണ്. എന്നിട്ട് തന്റെ പിതാവിന്റെ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ തന്റെ അപ്പൂപ്പന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന എല്ലാ മെറ്റീരിയൽസും, എല്ലാ വസ്തുവകകളും, എല്ലാ അവകാശങ്ങളും അവൻ തിരികെ നൽകിയിട്ട് അവൻ അവന്റെ രാജകീയ വേശികള് നടുവിനെ ഭക്ഷിപ്പാനുള്ള അവസരം കൂടെ അവൻ ദാവീദ് രാജാവിനോട് ഒരുക്കുന്നതാണ് നമ്മൾ കാണുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ അവൻ പറയുവാൻ ആഗ്രഹിച്ചു വരുന്ന വിഷയം ഇതാണ്. ദാവീദ് ഈ യോനാഥാന്റെ ചുമതല ആരുടെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്? ഇപ്പോൾ അനുദിനമുള്ള ഭക്ഷണവും കാര്യങ്ങളും ദാവീദിന്റെ മേശയിൽ. പക്ഷേ അവൻ ബാക്കിയുള്ള സ്വത്തും കാര്യങ്ങളെല്ലാം നോക്കി നടത്തി ഇവന് വേണ്ട മെഫീബോശത്തിന് വേണ്ട മറ്റുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ട നിയന്ത്രണം ആരുടെ കയ്യിലാണ് ഏൽപ്പിക്കുന്നത്? സീബ എന്ന വീട്ടിലെ ദാസന്റെ, കാര്യസ്ഥന്റെ കരങ്ങളിലാണ് ആ വിഷയം ഏൽപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ സംഭവിക്കുന്ന വിഷയം, അവൻ സ്വന്തമായി ഇവൻ രാജാവാണ്, രാജപരമ്പരയിൽപ്പെട്ടവനാണ്, രാജാവല്ല രാജപരമ്പരയിൽപ്പെട്ടവനാണ്. യഥാർത്ഥത്തിൽ ഇവന്റെ കാലിന് മുടന്ത് സംഭവിക്കാതിരുന്നു എങ്കിൽ ഈ സീബയും മറ്റുള്ള ദാസിദാസന്മാരും ആരുടെ നിയന്ത്രണത്തിലാണ് വരേണ്ടത്? ഈ മെഫീബോശത്തിന്റെ നിയന്ത്രണത്തിലാണ് വരേണ്ടത്. ഇപ്പോൾ രാജകുമാരൻ ആരുടെ നിയന്ത്രണത്തിലായി? അവൻ സീബയുടെ നിയന്ത്രണത്തിലായി. രാജം സ്വതന്ത്രൻ എന്ന് പറഞ്ഞാൽ ആ ദാസന്റെ നിയന്ത്രണത്തിലായി. ഇപ്പോൾ മെഫീബോശത്തിന് കിട്ട രാജകുമാരന്റെ കിട്ടമല്ല, ഇവിടെ ദാസന്റെ കിട്ടമാണ് വീട്ടിൽ നടന്നിരുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇതാണ് കൃപ നഷ്ടപ്പെട്ടാൽ, നമ്മുടെ ആത്മീക ജീവിതത്തിന് മുടന്ത് സംഭവിച്ചാൽ അവൻ നമ്മുടെ ജീവിതം ഇത് തന്നെയായിരിക്കും. അവൻ സ്തോത്രം ചെയ്യുന്നു. ഇവിടെ അവൻ സ്വന്തമായി നിന്ന് എല്ലാ കാര്യങ്ങളെയും നിയന്ത്രിക്കേണ്ടവൻ ഇപ്പോൾ ദാസന്റെ ഇഷ്ടമനുസരിച്ച് അവൻ നീങ്ങേണ്ട ഒരു സ്ഥിതിവിശേഷം. അവൻ സ്തോത്രം, ഇവൻ കൂടെ നടക്കുന്നതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇവനെ കമഴ്ത്തുക എന്നുള്ളതാണ്, വേറെ ഒന്നുമില്ല. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം നിങ്ങൾ മനസ്സിലാക്കണം, മാനുഷിക സഹായങ്ങൾ അത് സ്റ്റോപ്പ് ചെയ്യണം. അത് നമുക്ക് വേണ്ട. ദൈവത്തിൽ നമുക്ക് ഇന്ന് പകൽക്കാലം ആശ്രയിക്കാം. ഇവനെ ഏൽപ്പിച്ച് ഇവൻ വിശ്വസ്തനെന്ന് കരുതി അവൻ ദാവീദിനെ എല്ലാം ഏൽപ്പിച്ചിട്ട് പോവുകയാണ്. പക്ഷേ ഒരു പ്രത്യേക സാഹചര്യം വന്നപ്പോ 2 ശമൂവേലിന്റെ പുസ്തകം നമ്മൾ 16-ാം അധ്യായം പഠിക്കുമ്പോൾ അവിടെ ഒരു സംഭവം കാണുന്നുണ്ട്. ഒരിക്കൽ ദാവീദ് രാജാവ് തന്റെ സിംഹാസനമൊക്കെ വിട്ടിട്ട് അവനൊരു മലമുകളിൽ കയറി പോവുകയാണ്. ആ മലമുകളിൽ കയറി ചെല്ലുമ്പോ കുറച്ചപ്പുറത്തായി ഒരു മനുഷ്യൻ 2 കോപ്പിട്ട കഴുതയുമായി 200 അപ്പം കഴുതപ്പുറത്ത് വെച്ച് 100 ഉണക്കമുന്തിരി കുലയും എടുത്ത് 100 അത്തിയടയും വെച്ച് ഒരു തുരുത്തി വീഞ്ഞുമായി കോപ്പിട്ട 2 കഴുതകൾ ഇങ്ങനെ വരികയാണ്. പ്രൈസ് ദി ലോർഡ്. നോക്കിയപ്പോ അതാരാണെന്ന് അറിയാമോ? സീബയാണെന്ന് ദാവീദ് രാജാവിന് മനസ്സിലായി. ദാവീദ് മനസ്സിലാക്കിയിട്ട് അവൻ സ്തോത്രം അവന്റെ അടുക്കൽ ചെല്ലുന്നു, അവരോട് ചോദിക്കുന്നു, അവൻ സ്തോത്രം മെഫീബോശത്ത് എവിടെയാണ്? അദ്ദേഹം പറയുന്നുണ്ട്, അവൻ എവിടെ? അവൻ യെരൂശലേമിൽ വസിക്കുകയാകുന്നു. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം ദാവീദ് ചോദിച്ചു, നീ കോപ്പിട്ട കഴുതി ആർക്കാ കൊണ്ടുവരുന്നത്? അത് അവൻ യജമാനന്റെ ബാല്യവൻ സ്തോത്രം വീട്ടിലുള്ളവർക്ക് സഞ്ചരിക്കാനാണ്. ഈ ആഹാര പദാർത്ഥങ്ങളോ അത് യജമാനന്റെ ബാല്യക്കാർക്കാണ്. അവൻ സ്തോത്രം ഈ വീഞ്ഞ് അവൻ മരുഭൂമിയിൽ ക്ഷീണിച്ചവസരായിരിക്കുന്നവർക്ക് കുടിക്കുവാനാണ് എന്ന് പറഞ്ഞ് അത് ദാവീദിനെ പരമേൽപ്പിക്കുന്ന ഒരു രംഗം കൂടെ നമ്മളവിടെ കാണുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് ഈ സീബ ഇസ്രായേൽ രാജാവായ ദാവീദിനോട്
ഒരു കാര്യം കൂടെ പറയുവാനായിട്ടിടയായി. വായിച്ചാട്ടെ, അതിന്റെ 16-ാം അധ്യായം 7-ാമത്തെ വാക്യം. 16-ാം അധ്യായം 7-ാമത്തെ വാക്യം. 2 ശമൂവേൽ 16-ാം അധ്യായം 3-ാം വാക്യം. നിന്റെ യജമാനന്റെ മകൻ എവിടെയെന്ന് രാജാവ് ചോദിച്ചതിന് സീബ രാജാവിനോട്, അവൻ യെരൂശലേമിൽ പാർക്കുന്നു, ഇസ്രായേൽ ഗൃഹം എന്റെ അപ്പന്റെ രാജ്യത്വം ഇന്ന് എനിക്ക് തിരികെ തരും എന്ന് അവൻ പറയുന്നു എന്ന് പറഞ്ഞു. മതി, അത്ര മതി. നോക്കൂ, അവിടെ എന്താ സംഭവിച്ചേ? രാജകുമാരൻ ദാസന്റെ കൺട്രോളിലായപ്പോ ഇവിടെ സംഭവിക്കുന്നത്, ദാസൻ ദാവീദ് രാജാവിന്റെ അടുക്കൽ ചെല്ലുമ്പോൾ ദാവീദ് രാജാവ് എവിടെ എന്ന് ചോദിക്കുന്ന നിമിഷത്തിലാണ് അവൻ യെരൂശലേമിലുണ്ട് എന്ന് പറഞ്ഞിട്ട് മെഫീബോശത്ത് പറയാത്ത ഒരു കാര്യം കൂടെ എന്ത് ചെയ്യുകയാണ്? ഇദ്ദേഹം രാജാവിനെ ഗ്രഹിപ്പിക്കുകയാണ്. ഇസ്രായേൽ ഗൃഹം എന്റെ അപ്പന്റെ രാജ്യത്വം എനിക്ക് ഇന്ന് തിരികെ തരും എന്ന് പറയുന്നു എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഈ സീബ അതിലൂടെ ഉദ്ദേശിച്ചത് ഇവരിട്ട് മെഫീബോശത്തിനിട്ട് ഒരു പണി കൊടുക്കുകയാണ്. യഥാർത്ഥത്തിൽ മെഫീബോശത്ത് അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല. അവൻ അപ്പന്റെ രാജഭരണം രാജകീയ സിംഹാസനം എനിക്ക് കിട്ടുമെന്നോ അത് എന്നെ ഇന്ന് തിരികെ ഏൽപ്പിക്കുമെന്നോ എന്നൊരു കാര്യം ആര് പറഞ്ഞിട്ടില്ല, മെഫീബോശത്ത് പറഞ്ഞിട്ടില്ല. പക്ഷേ അവൻ പറഞ്ഞതായിട്ടാണ് രാജാവിനോട് പ്രബോധിപ്പിക്കുന്നത്. അതുകൊണ്ട് അവൻ ഉദ്ദേശിച്ചത് അങ്ങനെ പറയുക നിമിത്തം ഒന്ന്, രാജാവിന്റെ മേശയിൽ നിന്നുള്ള ഭക്ഷണം മെഫീബോശത്തിന് എന്ത് ചെയ്യാം? നിർത്തലാക്കപ്പെടാം. ഇവരെ രണ്ടുപേരെയും ഒന്ന് എന്ത് ചെയ്യാം? കീരിയും പാപമാക്കി തീർക്കാം. ഇവരെ തമ്മിലൊന്ന് പിണക്കാം, തമ്മിലൊന്ന് തല്ലിപ്പിക്കാം എന്നാണ് മെഫീബോശത്തിനെ കുറിച്ച് ഇദ്ദേഹം സീബ ആഗ്രഹിച്ചത്. മാത്രമല്ല, ഈ സകല സമ്പത്തും, ശൗലിനുള്ള സകല സമ്പത്തും, അതിലുള്ള നന്മകൾ എടുത്ത് അതിന് ശുശ്രൂഷിക്കുവാൻ സീബയെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ യവനെ ദാവീദ് രാജാവിന്റെ മേശയിൽ നിന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ, ഇവർ തമ്മിൽ കലഹിച്ചു കഴിഞ്ഞാൽ ഇവരെ വേഗത്തിൽ തട്ടാൻ എളുപ്പമാണ്. കാരണം രാജാവിന്റെ സാന്നിധ്യം ഇല്ലല്ലോ. അങ്ങനെ വരുമ്പോ ഈ മെഫീബോശത്തിന് സീബയ്ക്ക് എത്രയും പെട്ടെന്ന് തട്ടിക്കളഞ്ഞാൽ പിന്നെ അവനുള്ള സകല സമ്പത്തും ഇവനെ കൈക്കലാക്കാം. ഇതാണ് ഇവന്റെ വ്യാമോഹം, ഇവന്റെ മനസ്സിലെ മോഹം. ഇന്ന് പകൽക്കാലം ഞാൻ ഓർപ്പിക്കട്ടെ, അവൻ ഉണർന്ന് സംഭവിച്ച ആത്മീക പരാജയം സംഭവിച്ച അവൻ ശത്രു ഈ നിലയിലാണ് വരുന്നത്. അവൻ നമ്മുടെ മുമ്പിൽ എടുക്കുന്ന ചതിക്കുടികളാണ്, അവൻ നമ്മുടെ മുമ്പിൽ എടുക്കുന്ന വലിയ വലകളാണ്. ഇന്ന് പകൽക്കാലം നമ്മുടെ ആത്മീക മുടക്ക അവൻ നമ്മൾ കണ്ടുണർന്ന അവൻ നമ്മൾ ചാടി എഴുന്നേറ്റ് ഓടുവാൻ തുടങ്ങിയ ദൈവത്തിന് വേണ്ടി ചെയ്യണമെന്ന് ആഗ്രഹിച്ച എന്റെ ദൈവം നമ്മെ മാനിപ്പാനായിട്ടുടയാക്കി. ഇവിടെ മനുഷ്യനിൽ ആശ്രയിക്കുന്നത് കൊണ്ട് അവന്റെ മൊത്തത്തിൽ കമഴ്ത്തുവാൻ പ്രയാസപ്പെടുകയാണ്, അവന്റെ തകർത്തുകൾ ഇവർ പ്രയാസപ്പെടുകയാണ്, അവരുടെ സകലത്തെയും സ്വന്തമാക്കുവാൻ വേണ്ടി അവർ പ്രയാസപ്പെടുന്ന ഒരു രംഗമാണ് നമ്മൾ ഇവിടെ വായിക്കുന്നത്. എന്നാൽ താഴോട്ടുള്ള ഭാഗങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ 19-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവൻ ഒരിക്കൽ ദാവീദ് രാജാവ് മെഫീബോശത്തിനെ കാണുന്നുണ്ട്. അവൻ മെഫീബോശത്തിനെ കാണുമ്പോൾ അവന്റെ അവനോട് ചോദിക്കുന്നു, നീ എന്തുകൊണ്ടാണ് എന്നോട് കൂടെ വരാത്തത് എന്ന് ചോദിക്കുമ്പോൾ അവൻ സത്യസന്ധമായി ദാവീദിനോട് കാര്യം പറയുന്നു. അല്ലയോ രാജാവേ, സീബ എന്നെ ചതിക്കുവാനിടയായി, അവൻ എന്നെ വഞ്ചിക്കുവാനിടയായി, അവൻ കഴുതയ്ക്ക് കോപ്പിട്ട് തന്നില്ല, ഞാൻ 2 കാലം ഗുണമുള്ളവനാണെന്ന് എനിക്കറിയാമല്ലോ. അവൻ സ്വന്തം എന്ന് പറഞ്ഞ അവൻ ദാവീദിന്റെ സന്നിധിയിൽ അവൻ തന്നെത്താൻ താഴ്ത്തുകയാണ്, അവൻ സ്വന്തം തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. മറ്റൊരു സമയത്തിൽ അവൻ പറയുകയാണ്, അവൻ സ്വന്തം ചെയ്യുന്ന രാജാവേ, അവിടെ നിന്ന് വരുന്നവരെ ഞാൻ ഉറങ്ങിയില്ല, അവൻ ഞാൻ കുളിച്ചില്ല, ഞാൻ നനച്ചില്ല, എന്റെ വേഷം കേട്ടാൽ അങ്ങേക്കറിയാം, അവൻ അങ്ങേക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. അവർക്ക് എന്റെ മകൾക്കാലം പ്രിയേ, രാജാവിന്റെ കരുണ വേണമോ, രാജാവിന്റെ കൃപ വേണമോ, രാജാവിന്റെ വേഷയിൽ ഭക്ഷിക്കണമോ, രാജാവിന്റെ സന്നിധിയിൽ അവർ ഇന്ന് മകൾക്കാലം അത് വീഴുവാൻ തയ്യാറാകണോ, രാജാവിന്റെ സന്നിധിയിൽ മുടക്കണം,
ആവേശിക്കും ശത്രുക്കളുടെ മുൻപിൽ എന്റെ കർത്താവ് നിനക്ക് മേശ ഒരുക്കും. ഇന്ന് പകൽക്കാല പ്രിയമുള്ളവര് ആത്മീയ ചിന്തത്തിൽ ഇവിടെ വീഴ്ച സംഭവിച്ചു, ഇവിടെ പരാജയമായി. ഇന്ന് പകൽക്കാലം കാണാം, നമുക്ക് ഉണരാം, ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം.